എൻ്റെ ആ 40 വർഷ യാത്രയെ മനസ്സിലാക്കാൻ ഒരു പാർട്ടി സെക്രട്ടറിക്ക് കഴിയില്ല. CV വർഗീസിനെ കഴിയും. ഞാനൊരു മുൻ MLA ആണ്. ആരും ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലേലും. ഇപ്പം MM മണി അതുപോലെ തന്നെ CV വർഗീസും ഒക്കെ ആയിട്ട് പരസ്യമായി വാക്പോര് നടത്തിയ ഒരു വ്യക്തിയാണ് താങ്കൾ. പ്രായമായ ആളല്ലേ, അങ്ങേർക്ക് നമ്മളെ മോശം പറയാനുള്ള ഒരു അവസരം ഇരിക്കട്ടെ, കുറച്ച് നാളത്തേക്ക് പറയട്ടെ, ആഗ്രഹം കൊണ്ട് ജയിക്കട്ടെ. പാർട്ടി എന്നെ ക്രൂശിക്കുന്നു എന്നൊരു വാക്ക് പറഞ്ഞിരുന്നു നേരത്തെ CPM-ലായിരുന്നപ്പം. ഞാൻ MLA ആയിരുന്ന സമയത്ത് എൻ്റെ സ്വാധീനമല്ല ആ പാർട്ടിക്ക് വേണ്ടി ഉപയോഗിച്ചത്. 10-15 കിലോമീറ്റർ നടന്നതിന് ശേഷം ഒരേ ശാലയിൽ വിരിച്ച് കിടന്നിട്ടുണ്ട്, ഒരുമിച്ച് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അങ്ങനെ ജനങ്ങൾക്ക് വളരെ വ്യക്തമായി കാര്യങ്ങളറിയാം. അപ്പം നീതിബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നിലപാടെടുക്കാൻ ആരുടെയും ഔദാര്യം വേണ്ട. ദേവികുളം നിയോജക മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥി S. രാജേന്ദ്രനാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. നമസ്കാരം. നമസ്കാരം. BJPയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് ഈ വർഷം മത്സരിക്കുന്നത് ദേവികുളം മണ്ഡലത്തില്. എന്തൊക്കെയാണ് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? വികസന പ്രവർത്തനങ്ങൾ 2021 ശേഷം പുതിയതായി ഒന്നും തുടക്കം കുറിച്ചിട്ടില്ല. അതിന് മുൻപ് 2018 മുതൽ ബഡ്ജറ്റിൽ പ്രഖ്യാപനമുണ്ടായിരുന്ന പദ്ധതികളാണ് ഇപ്പോൾ നടപടിക്രമങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് വരുന്നത്. അതിൽ മൂന്നാർ പ്രദേശത്താണേലും അടിമാലി പ്രദേശത്താണേലും PWD വർക്കുകളെല്ലാം അതാണ്. പിന്നെ ഒരു 2021 ശേഷം തിരഞ്ഞെടുക്കപ്പെട്ട പ്രതി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് ഇവിടെ ഒന്നും ഇടപെടാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ആ വിട്ടുപോയതും ഇപ്പോൾ ബഡ്ജറ്റിൽ അന്ന് അറിയിച്ചിട്ടുള്ളതുമായ പദ്ധതികളെല്ലാം വലിയ പദ്ധതികളാണ്. 25 കോടി, 50 കോടി, 100 കോടി ഇങ്ങനെയൊക്കെയാണ്. അതെല്ലാം കിഫ്ബിയുടെ സഹായത്തിലാണ്. ഇപ്പോൾ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുണ്ട്, സ്റ്റേഡിയമുണ്ട്, മിനി സിവിൽ സ്റ്റേഷനുണ്ട്, ഫ്ലൈ ഓവറുണ്ട്, ഒരു 80 കിലോമീറ്റർ ദൂരം റോഡുണ്ട്, ദേശീയപാത. അങ്ങനെയുള്ളതിനെ എല്ലാം കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ വനംവകുപ്പിൻ്റെ ഭാഗമായി അതിലിടപെടേണ്ടതുണ്ട്, സാമ്പത്തിക സഹായം നൽകേണ്ടതുണ്ട്. അതുകൊണ്ട് ആ പദ്ധതികളെല്ലാം ഏറ്റെടുക്കും. അത് തോട്ടം മേഖലയിലെ തൊഴിലാളികൾ താമസിക്കുന്ന വീട്, അവിടുത്തെ ഒരു വലിയ പ്രശ്നമാണ് ജാതി സർട്ടിഫിക്കറ്റ് 5 വർഷക്കാലം. ആദിവാസി മേഖലയിൽ അവരുടെ കൃഷിഭൂമി, അവർക്ക് ഭൂമിയില്ലാത്തത് വലിയ പ്രശ്നമാണ്. വന്യജീവികളുടെ പ്രശ്നം, വളർത്തുമൃഗങ്ങളെ വേട്ടയാടുന്നു, മനുഷ്യരെ കൊല്ലുന്നു, അതിൻ്റെ നിയന്ത്രണം, ഇതിനെല്ലാമാണ് ഞങ്ങൾ ഇതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നത്. ഏപ്രിൽ 9 ഇലക്ഷനിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പം ഏറ്റവും വലിയ ചർച്ചയായ ഒരു കാര്യം എന്ന് വെച്ചാൽ സാറിന്റെ രാഷ്ട്രീയ പ്രവേശനം തന്നെയാണ്, BJPയിലേക്കുള്ള പ്രവേശനം തന്നെയാണ്. ഇത്രയും വർഷക്കാലം CPM-ന്റെ അംഗമായിരുന്നു, അതിനുശേഷമാണ് BJPയിലേക്ക് എത്തുന്നത്. എന്താണ് ശരിക്കും ഇതിനു പിന്നിലുള്ള ഒരു കാരണം? അത് ഞാൻ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലം മുതൽ അന്നൊരു CPM-ന്റെ നേതാവ് V. അബ്ദുൽ ഖാദർ, അദ്ദേഹമാണ് ഞങ്ങളുടെ കുടുംബത്തിൽ അടുപ്പത്തിൻ്റെ ഭാഗമായി എന്നെയും കൂടി കൊണ്ടുവരുന്നത്. ഏതാണ്ട് 85-86 പൂർണ്ണമായി രാഷ്ട്രീയത്തിലേക്ക് ഞാൻ കടക്കുന്നത്. വിദ്യാർത്ഥി, യുവജനരംഗം, പിന്നീട് തോട്ടമേഖല, അത് കഴിഞ്ഞ് കാർഷിക മേഖല, കൃഷി തൊഴിലാളികൾ, അത് കഴിഞ്ഞതിന് ശേഷം ഡ്രൈവേഴ്സ്, ട്രേഡ് യൂണിയനുകൾ, ഇങ്ങനെ ഇരുന്നു. പിന്നെ പാർട്ടി സെക്രട്ടറി. ആ കാലയളവിൽ എൻ്റെ മുൻഗാമികളായിട്ടുള്ള ഏതാണ്ട് 7 നേതാക്കന്മാർക്ക് ഉണ്ടായിട്ടുള്ള ദുഃഖകരമായ അനുഭവങ്ങൾ. എന്താണ് അനുഭവം? അതിപ്പം ഒറ്റയടിക്ക് വിശദീകരിക്കാനാവില്ല. വെച്ചാൽ ഒരാളുടെ ചിന്താഗതിയെ മടക്കി പിടിക്കുക എന്നുള്ളത് ആവില്ല. അത് അവർക്ക് സ്വാതന്ത്ര്യമാണ്. ചിന്തയിൽ വരുന്ന തെറ്റുകൾ തിരുത്താം. മിണ്ടരുതെന്ന് പറയാൻ പറ്റത്തില്ല. നീ ഇവിടെ ജീവിക്കേണ്ടെന്ന് പറയരുത്. ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ. അപ്പോൾ അതെല്ലാം നേരിട്ട് കേൾക്കുകയും ഒപ്പം അവരുടെ സങ്കടങ്ങൾ അനുഭവിക്കുകയും ചെയ്ത ആൾ അവസാനത്തെ ഊഴം എന്നുള്ള നിലയിലേക്ക് നമ്മൾ എത്തിച്ചേരുകയും അതിന് കാരണം ഒരു തെരഞ്ഞെടുപ്പാണ്, അങ്ങനെയുള്ള സംശയത്തിൻ്റെ പേരിലേക്ക് തണലിൽ നിർത്തുക, സംശയത്തിൻ്റെ തണലിൽ നിർത്തി ഒതുക്കി കീഴ്പ്പെടുത്തുക. അപ്പം പെട്ടെന്ന് വന്ന് ഏതെങ്കിലും ഒരാൾ നേതാവാകാം, അവരുടെയൊക്കെ ബുദ്ധിയുടെ വളർച്ചയനുസരിച്ചാണ്. പക്ഷെ നമുക്ക് ഒരു 10-40 വർഷക്കാല അനുഭവം ഉള്ളപ്പോൾ നമുക്കുണ്ടായിട്ടുള്ള പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അനുഭവങ്ങൾ, ഇതൊന്നും മുഖവരയ്ക്കെടുക്കാതെ എടുക്കുന്ന ചില നിലപാടുകളിൽ വരുന്ന അസംതൃപ്തികളുണ്ട്. അതോ സ്ഥാനമാനത്തിനോടല്ല, അധ്വാനത്തിന് കിട്ടേണ്ട ബഹുമാനമാണ്, അതിനു വേണ്ടിയിട്ടുള്ള സ്ഥാനമാനമല്ല.
അപ്പം അതെല്ലാമാണ് അങ്ങനെ മാറാൻ പല പാർട്ടികളുമായി പലരും വന്നു. പക്ഷേ ഞാൻ മാത്രമല്ല, കോൺഗ്രസിൽ നിന്ന് അദ്ദേഹം വന്നു, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റാണ്. പിന്നെ ഗുരുനാഥനുണ്ട്, പിന്നെ ഒരു മണികണ്ഠനുണ്ട്. അപ്പം സാമൂഹ്യ വ്യവസ്ഥയിൽ മറ്റു പല രാഷ്ട്രീയ നേതാക്കളുമായി ബന്ധങ്ങൾ, അതിൻ്റെ അപ്പുറത്തേക്ക് ചിന്താഗതി, ഞാൻ നേരത്തെ പറഞ്ഞ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒട്ടനവധി പ്രശ്നങ്ങൾ അത് പരിഹാരം കാണുക എന്നുള്ളത് 15 വർഷക്കാലം ഗവൺമെൻറ്റിൻ്റെ ഇടപെടലിലുള്ള അനുഭവങ്ങൾ. അപ്പം നമ്മളാണെങ്കിൽ 5 കൊല്ലം നിശബ്ദനാണ്. സംശയം വന്നപ്പോൾ മാറി നിന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മുഖ്യമന്ത്രി ഇടപെടുന്നു. വേണമെങ്കിൽ ഇടപെടുന്ന കാര്യത്തിനെ ഉപയോഗിച്ച് അവർക്ക് നമ്മളെ ഉൾക്കൊള്ളാൻ പറ്റുമായിരുന്നു. അപ്പം നമ്മളെ ഉപയോഗപ്പെടുത്താൻ നമ്മളെ പാർട്ടിയുമായി സഹപ്രവർത്തകനായി പോകാനോ താല്പര്യമില്ലാത്തതുകൊണ്ട് എന്തെല്ലാം പ്രതിസന്ധിയും പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും മനസ്സിന് സ്ഥലമില്ല. ആ സ്ഥലമില്ല എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം, മുഖ്യമന്ത്രിയേക്കാൾ വലിയ ആളില്ലല്ലോ, പാർട്ടി സെക്രട്ടറിയേക്കാൾ വലിയ ആളില്ലല്ലോ, അതിനുശേഷം പിന്നെ അവിടെ കിടന്ന് ഞാൻ ഇവിടെ തന്നെയാണ് എന്ന് പറയേണ്ട ഒരു കാര്യമില്ല. പകരം ഈ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതാണ് ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക്. എന്നാൽ ദീർഘകാലമായി നമ്മൾ വളർന്നു വന്ന സാഹചര്യത്തിൻ്റെ സ്വഭാവവും ശൈലിയും ഒപ്പം കാണും, മനസ്സും കാണും, ജീവിതവും കാണും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ അസറ്റ് ആർക്ക് വേണമെങ്കിലും അന്വേഷിക്കാം. ഞാനുമായി എപ്പോഴും പ്രശ്നം ഉണ്ടാക്കിയ ആളുടെ അസറ്റും എന്താണെന്ന് അറിയാം. അങ്ങനെ ജനങ്ങൾക്ക് വളരെ വ്യക്തമായി കാര്യങ്ങളറിയാം. അപ്പോൾ നീതിബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നിലപാടെടുക്കാൻ ആരുടെയും ഔദാര്യം വേണ്ട. ഇപ്പം അങ്ങ് പറഞ്ഞൊരു വാക്കുണ്ട്, പാർട്ടി എന്നെ ക്രൂശിക്കുന്നു എന്നൊരു വാക്ക് പറഞ്ഞിരുന്നു നേരത്തെ CPM-ലായിരുന്നപ്പം. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രസ്താവന നടത്താനുള്ള ഒരു കാരണം? അതായത് ഞാനൊരു മുൻ MLA ആണ്. ആരും ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലേലും അതിന് മുൻപും പരീക്ഷണങ്ങൾ നടന്നു, ജയിച്ചില്ല. എൻ്റെ മുമ്പിൽ നിന്ന ആളെന്ന് പറയുന്നത് ഹിമാലയം പോലെയുള്ള ആളാണ്. 3 വട്ടം ഒരേ ആളാണ്, നിസ്സാരക്കാരനല്ല. നമ്മൾ അതുകൊണ്ട് ഞാൻ പ്രഗത്ഭനാണെന്നും അഭിപ്രായം എനിക്കില്ല. എൻ്റെ വണ്ടി ഗസ്റ്റ് ഹൗസിൻ്റെ മുമ്പിൽ കിടക്കുന്നതിന് ആർക്കെന്ത് പ്രശ്നം? ഞാൻ MLA ആയിരുന്ന സമയത്ത് എൻ്റെ സ്വാധീനമല്ല ആ പാർട്ടിക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചത്. സ്കൂളിന് ബസ് വാങ്ങിച്ചു കൊടുത്തു, അതിൽ എൻ്റെ പേര് മായ്ച്ചു കളയുന്നത് എന്താ അത്ര നിർബന്ധം? വളരെ ചെറിയ കാര്യമാണ്. 5 വർഷക്കാലം മന്ത്രിമാരുടെ പരിപാടി നടന്നല്ലോ. നിയമം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കീഴ്വഴക്കമുണ്ട്. മുൻ MLA വിളിക്കേണ്ട ബാധ്യതയുണ്ടല്ലോ. എന്തായിരുന്നു അത്? ഇതിന് മുമ്പിരുന്ന MLA-യുടെ മാത്രം താല്പര്യമായിരിക്കില്ലല്ലോ, വേറെ ഒരു വ്യക്തി അതിൻ്റെ പിന്നിലുണ്ടല്ലോ. ഞാൻ MLA ആയിരിക്കുമ്പോൾ എൻ്റെ കൂടെ മരണ വീടിനോ കല്യാണ വീടിനോ അന്നും പാർട്ടിക്കാർ ഒരാളെയും വിടില്ലല്ലോ. അപ്പോൾ ഞാൻ എത്ര കാലം ഇത് ഈ വേദന ചുമന്നിട്ടുണ്ടാവും? എന്നാൽ ഉൾപ്രദേശത്തെല്ലാം പാർട്ടിക്ക് വേണ്ടി നടക്കുകയും എൻ്റെ നെറ്റിയിലെ വേർപ്പ് എൻ്റെ കാലയിലും മുട്ടയിലും വീഴുന്ന പട്ടിണിയിലും ഛത്രത്തിലെ കിടപ്പും ഒക്കെ കിടന്ന ഞാൻ വന്നിട്ടുള്ളത്. ആരും ഔദാര്യം പറഞ്ഞിട്ടല്ല നമുക്ക് തന്നത്. ആ സമയത്ത് തന്നെയാണ് പാർട്ടിക്ക് വളർച്ചയും ഉണ്ടായിട്ടുള്ളത്. അല്ല എൻ്റെ കാര്യം കൊണ്ടിട്ടില്ല. ആളുകൾ വിളിക്കുമ്പോൾ പോകും, ഇടപെടും, അതാണ് കാര്യം. അപ്പോൾ യൂണിയൻ്റെ റെക്കഗ്നേഷൻ അടക്കം അങ്ങനെയല്ലേ ചെയ്തു കൊടുത്തത്. ഇപ്പോൾ അവരാണല്ലോ ഒപ്പിട്ട് കാശെടുക്കുന്നത്, ഞാനല്ലോ. യൂണിയൻ്റെ റെക്കഗ്നേഷൻ ഉണ്ടായി, ആണ്ടിൽ പിന്നെ മാസവരി സബ്സ്ക്രിപ്ഷൻ പിടിക്കുന്നുണ്ട്, വണ്ടിയിൽ പോകുന്നു, ഒപ്പിടുന്നു, അലവൻസ് വാങ്ങുന്നു, ഉഷാലയം നടക്കുന്നു. അതില്ലാത്ത സമയമുണ്ടായിരുന്നു, ഒട്ടുമില്ലാതെ. 52 ദിവസം ഹെഡ് ക്വാർട്ടറിൻ്റെ മുമ്പിൽ സമരം ചെയ്തപ്പോൾ അതിലെ റോട്ടിൽ കൂടി ക്രോസ് ചെയ്ത് പോയ ആളുകളാണ് ഇന്ന് നേതാക്കന്മാർ. സെൻട്രൽ കമ്മിറ്റി ഒരു 10 വർഷത്തിൻ്റെ മേളിൽ ആർക്കും സ്ഥിര നേതാവാകാൻ പറ്റത്തില്ല. ആ ഇരിക്കുന്ന സ്ഥലത്ത് വേറെ സ്ഥലത്ത് മാറിക്കൊടുക്കണം, അവസരം കൊടുക്കണം. വർഷത്തിലായി. അപ്പം പാർട്ടി തീരുമാനം ഉൾക്കൊള്ളാതെ പാർട്ടിക്ക് അകത്ത് പ്രവർത്തിക്കുന്ന ആളുകളാണോ നല്ലത്, ആ ശൈലിയിൽ ഉൾക്കൊണ്ടുകൊണ്ട് പുറത്ത് നിൽക്കുന്ന ആളുകളാണോ നല്ലത്? അതുകൊണ്ട് അതിലിപ്പം BJP ഒരു തടസ്സമൊന്നുമല്ലല്ലോ. കിട്ടേണ്ടത് ആളുകൾക്ക് കിട്ടണം. നമ്മുടെ മനസ്സിൽ അന്ധമായ രാഷ്ട്രീയം ഉള്ളത് കൊണ്ട് മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ കേരളത്തിൽ എന്താ നടക്കുന്നത്? എങ്ങനെ നടക്കും? എന്ത് ചെയ്യാൻ പറ്റും? ഈ പ്രശ്നങ്ങൾ ഞങ്ങളുടെ തലമുറ കഴിഞ്ഞാൽ പിന്നെ ആര് തന്നെ ഈ അനുഭവ സമ്പത്തോടുകൂടി നേടും? ആരെങ്കിലും നേടുമായിരിക്കും. എപ്പോഴാണ് എന്നെ സഹായിച്ച ആളുകളെ ഞാൻ സഹായിക്കണ്ടേ? അതുകൊണ്ട് എന്തും അതിജീവിക്കും, അതേ ഉള്ളൂ. ഇപ്പം പാർട്ടിയിൽ ഇപ്പം CPM-ന്റെ പാർട്ടിയിൽ തന്നെ ഇപ്പം MM മണി അതുപോലെ തന്നെ CV വർഗീസും ഒക്കെ ആയിട്ട് പരസ്യമായ വാക്പോര് നടത്തിയ ഒരു വ്യക്തിയാണ് താങ്കൾ.
എന്തുകൊണ്ടാണ് അവരോട് അങ്ങനെ ഒരു വാക്പോര് നടത്താനുള്ള കാരണം? ഇവരെ പറ്റി എന്താണ് പറയാനുള്ളത്? പാർട്ടിയുമായി ഇപ്പോഴും നാളെയും തർക്കമില്ല. പാർട്ടിയുടെ പേരിൽ ആക്ഷേപങ്ങൾ ഉയർന്ന് പരസ്യമായി നമ്മളെ അപമാനിക്കുമ്പോൾ നമ്മൾ ഇടപെടാൻ മാത്രമേ ശ്രമിച്ചിട്ടുള്ളൂ. ഇപ്പം എം എം മണി പറഞ്ഞു ഞാൻ വെടിവെച്ച് കളയും എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു രാജേന്ദ്രൻ എന്നൊക്കെ പറഞ്ഞു, പലതൊക്കെ പറഞ്ഞിട്ടുണ്ട്. 1 ലക്ഷത്തിൻ്റെ മേലിൽ എൻ്റെ പേര് അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടാവും. എപ്പോഴാണ്? ഈ പാർട്ടിക്കുള്ളിലുള്ള സമയത്ത്. പ്രായമായ ആളല്ലേ, അങ്ങേർക്ക് നമ്മളെ മോശം പറയാനും ഒരു അവസരം ഇരിക്കട്ടെ, കുറച്ച് നാളത്തേക്ക് പറയട്ടെ, ആഗ്രഹം കൊണ്ട് ജയിക്കട്ടെ അല്ലേ എന്നാണ്. അതുകൊണ്ട് ഞാൻ അവരെ മോശമായി പറഞ്ഞിട്ടില്ലല്ലോ, ഈ രൂപത്തിലേ പറഞ്ഞിട്ടുള്ളൂ. CV വർഗീസിനെ പറഞ്ഞതിനെ പുള്ളി എന്നെ മോശമായും പറഞ്ഞിട്ടില്ല, നമ്മൾ അതുകൊണ്ട് അതിനെതിരെയും പറഞ്ഞിട്ടില്ല. പാർട്ടിയുടെ നിലപാടിൽ പുള്ളി കറക്റ്റാണ്, നമ്മൾ നമ്മുടെ നിലപാടിൽ കറക്റ്റാണ്. അദ്ദേഹം ജില്ലാ സെക്രട്ടറി DYFI, ഞാൻ ജില്ലാ വൈസ് പ്രസിഡന്റ്. ഒരേ ഷാലിൽ 10-15 കിലോമീറ്റർ നടന്നതിന് ശേഷം ഒരേ ഷാലിൽ വിരിച്ച് കിടന്നിട്ടുണ്ട്, ഒരുമിച്ച് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് 40 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ ആ 40 വർഷ യാത്രയെ മനസ്സിലാക്കാൻ ഒരു പാർട്ടി സെക്രട്ടറിക്ക് കഴിയില്ല. CV വർഗീസിനെ കഴിയും. വ്യക്തിത്വമില്ലാത്ത ഒരു പ്രധാന സ്ഥാനവും, വ്യക്തിത്വമില്ലാത്ത ഒരു സ്ഥാനവും അത് സാമൂഹിക നീതിബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാവില്ല. അന്ധമായ നിലപാട് ഒലക്കെ വിളുങ്ങുന്നതിൻ്റെ കൂട്ടാണ്. അതുകൊണ്ട് ഞാൻ വർഗീസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് കേട്ട മട്ട് വെക്കത്തില്ല. ആ പണ്ടത്തെ ബഹുമാനം കാര്യങ്ങളൊക്കെ അങ്ങ് കടന്നു പോട്ടെ. എന്തിനാ അത് എടുത്തിട്ട് നമ്മൾ വേദനിപ്പിക്കുന്നത്? വേദന നമ്മളിൽ നിൽക്കട്ടെ, അവർ സന്തോഷമായിരിക്കട്ടെ. അതാണ് എം എം മണിയോടും CV വർഗീസിനോടും നമ്മുടെ നിലപാട്. അപ്പൊ എല്ലാവിധ വിജയാശംസകളും. വരുന്ന തെരഞ്ഞെടുപ്പിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ നന്ദി. എന്തായാലും താമര വിരിയും ദൈവകുളത്ത് എന്നുള്ളത് തന്നെയാണ് എല്ലാവരുടെയും വാക്കുകളും സന്തോഷവും വരുന്നത്. നന്ദി. താങ്ക് യു.